കൂട്ടുകാരെ, ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ ടെൻഡർ ഷൂട്ട്സ് എന്ന യൂണിറ്റിലെ റബേക്ക ദ ചേഞ്ച് മേക്കർ എന്ന സ്റ്റോറിയിലെ ആക്ടിവിറ്റീസാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഓഥറെ പരിചയപ്പെടാം. ഒലീവിയ വുഡ് എന്ന ഈ ഫോട്ടോയിൽ കാണുന്നയാളാണ് ഈ സ്റ്റോറി എഴുതിയിട്ടുള്ളത്. ഷീ ഈസ് എ വീഡിയോ ഗെയിംസ് റൈറ്റർ, നറേറ്റീവ് ഡിസൈനർ ആൻഡ് എഡിറ്റർ. വീഡിയോ ഗെയിംസ് എഴുതുന്നയാളാണ് ഒലീവിയ വുഡ്. നമ്മൾ വീഡിയോ ഗെയിംസൊക്കെ കളിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഒരു സ്റ്റോറി ഉണ്ടായിരിക്കും ആ ഒരു വീഡിയോ ഗെയിംസിൽ, അതിനനുസരിച്ചാണ് നമ്മൾ കളിക്കുന്നത്. അപ്പോൾ ആ സ്റ്റോറിയൊക്കെ ഡിസൈൻ ചെയ്യുന്നയാളാണ് ഒലീവിയ വുഡ്. ഷീ ഈസ് എ സീനിയർ റൈറ്റർ അറ്റ് പോസിബിലിറ്റി സ്പേസ് എന്നത് ഒരു വീഡിയോ ഗെയിം സ്റ്റുഡിയോ ആണ്. അവിടുത്തെ സീനിയർ റൈറ്ററാണ്. ഹെർ വർക്ക്സ് ആർ ഇൻസ്പിരേഷണൽ ആൻഡ് ഡീൽ വിത്ത് ഹ്യൂമൻ റിലേഷൻഷിപ്സ്. മാനുഷിക ബന്ധങ്ങളുമായി റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രചോദനകരമായ വർക്കുകളാണ് ഒലീവിയ വുഡിൻ്റേത്. ഓക്കെ, ഇനി നമ്മൾ ഗ്ലോസറിയാണ് നോക്കാൻ പോകുന്നത്. ഗ്ലോസറി നിങ്ങൾക്ക് അറിയാത്ത വാക്കുകളും ഡിഫിക്കൽട്ടായിട്ടുള്ള വേർഡ്സും അതിൻ്റെ മീനിങ്സും ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മീനിങ്സ് ഇംഗ്ലീഷിൽ തന്നെ ആയതുകൊണ്ട് ചിലർക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അലാം എന്ന് പറഞ്ഞാൽ ടു ഫീൽ ഫ്രൈറ്റൻഡ്, പേടി തോന്നുക, അതാണ് അലാം. ബറി ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ വല്ല സാധനങ്ങളും കുഴിച്ചിടുന്നതിനാണ് ബറി എന്ന് പറയുക. ടു പുട്ട് സംതിങ് ഇൻ ടു എ ഹോൾ ഇൻ ദ ഗ്രൗണ്ട് ആൻഡ് കവർ ഇറ്റ്. അതായത് നമ്മൾ മണ്ണിൽ, ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നിരപ്പായ സ്ഥലത്ത് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട്, ഹോൾ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ എന്തെങ്കിലും ഇടുക, എന്നിട്ടത് മണ്ണുകൊണ്ട് തന്നെ കവർ ചെയ്യുക. മണ്ണുകൊണ്ടെന്നല്ല, എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട് കവർ ചെയ്യുന്നതിനെയാണ് ബറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കുഴിച്ചിടുക എന്നുള്ള മീനിങ്. കാറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു സ്റ്റോറി വായിച്ചപ്പോൾ പറഞ്ഞു, കന്നുകാലികൾ. ദ ആനിമൽസ് കെപ്റ്റ് ഇൻ എ ഫാം, ഒരു ഫാമിൽ, അതായത് ഒരുപാട് ആനിമൽസിനെ വളർത്തുന്ന ഫാം. നമ്മൾ വിൽക്കാനൊക്കെ വേണ്ടിയിട്ട്, പാലിനൊക്കെ വേണ്ടിയിട്ടൊക്കെ വളർത്തുമല്ലോ, അങ്ങനെയുള്ള ഫാമിലുള്ള ആനിമൽസിനെയാണ് കാറ്റിൽ എന്ന് പറയുന്നത്, കന്നുകാലികൾ. ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ വെതർ ഇൻ എ പെർട്ടിക്കുലർ ഏരിയ, ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു സ്ഥലത്ത്, ഒരു പ്രത്യേക സ്ഥലത്തുള്ള കാലാവസ്ഥയ്ക്കാണ് വെതർ എന്ന് പറയുന്നത്. ദെൻ കമ്മ്യൂണിറ്റി, എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലിവിങ് ഇൻ എ സ്പെസിഫിക് ലൊക്കാലിറ്റി. സ്പെസിഫിക് ലൊക്കാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥലത്ത് അവിടെ താമസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു കൂട്ടം ആളുകളെയാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിച്ചു മാസായി കമ്മ്യൂണിറ്റി അല്ലേ. മാസായി കമ്മ്യൂണിറ്റി കെനിയയിലെ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം താമസിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. ഇനി ഡാമേജ്, ഫിസിക്കൽ ഹാം. ഡാമേജ് എന്ന് പറഞ്ഞാൽ കേട് പറ്റുക എന്നുള്ള അർത്ഥം. ട്രാഷ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് മെറ്റീരിയൽ. വറീഡ്, ആൻഷ്യസ്. വറീഡ് എന്ന് പറഞ്ഞാൽ ആൻഷ്യസ്, ഇനി എന്താ സംഭവിക്കുക എന്നൊക്കെ ആലോചിച്ചിട്ടുള്ള ഒരു വിഷമം അല്ലേ. ഇനി അടുത്തതിനി എന്താവും, ഇനി എന്ത് പറ്റും, അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുള്ള ഒരു വിഷമം, അതാണ് ആൻഷ്യസ്. ഓക്കെ, ഇനി നമുക്ക് ആക്ടിവിറ്റി 1 ഡിസ്കസ് ചെയ്യാം. റീഡ് ദ സ്റ്റോറി ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. സ്റ്റോറി വായിച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസസ് കംപ്ലീറ്റ് ചെയ്യുക, അതാണ് ആക്ടിവിറ്റി 1. സ്റ്റോറി നമ്മൾ നന്നായിട്ട് റീഡ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ കഴിയും. ഓക്കെ, റബേക്ക. അപ്പോൾ ഫസ്റ്റ് വൺ, റബേക്ക ആസ്ക്ഡ് ഹെർ ടീച്ചർ. റബേക്ക ടീച്ചറോട് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? വൈ ദർ ഹാഡ് ബീൻ സോ ലിറ്റിൽ റെയിൻ ദാറ്റ് ഇയർ. എന്തുകൊണ്ടാണ് ആ വർഷത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിച്ചത്, അതിനെന്താ കാരണം എന്നാണ് ടീച്ചർ റബേക്കയോട് ചോദിച്ചത് അല്ലേ. ആ ഒരു ചോദ്യത്തിലും ആ ഒരു ചിന്തയിൽ നിന്നുമാണ് ബാക്കി എല്ലാ ചേഞ്ചസും റബേക്കയിലും റബേക്കയുടെ കമ്മ്യൂണിറ്റിയിലും ഉണ്ടായിട്ടുള്ളത് നമ്മൾ കണ്ടു അല്ലേ. ഇനി 2, ട്രീസ് ആർ ബീയിങ് കട്ട് ഡൗൺ. എന്താണ്? മരങ്ങളൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ടോ ആൻഡ് യൂസ്ഡ് ടു മേക്ക് ബിൽഡിങ്സ് പണിയാൻ വേണ്ടി അവ ഉപയോഗിക്കുന്നു. 3-ാമത്തേത്, ദ പ്രസിഡൻറ്റ് ആസ്ക്ഡ് ഹിസ് കൺട്രിമെൻ. പ്രസിഡൻറ്റിൻ്റെ കൺട്രിമെൻ അല്ലേ, പ്രസിഡൻറ്റിൻ്റെ പരിചാരകരോട് എന്താണ് പറഞ്ഞത്? എന്താണ്? ടു പ്ലാൻ ട്രീസ് ഔട്ട്സൈഡ് ദെയർ ഹോംസ്. നമ്മുടെ രാജ്യത്ത് എന്താണ്
ഈ ഒരു ഡ്രോട്ട് വരൾച്ച ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകളാണ് പ്രസിഡൻറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ കൺട്രിമെന്നോട് പറയാണ് ടു പ്ലാന്റ് ട്രീസ് ഔട്ട്സൈഡ് ദെയർ ഹോംസ്. അവരുടെയൊക്കെ വീടിൻ്റെ ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ പുറത്ത് പ്ലാന്റ് ട്രീസ് നട്ടുപിടിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം അവരോട് പറയുകയാണ്. ഇനി 4, വി വുഡ് ലൈക്ക് ടു താങ്ക് റബേക്കയോട് നമ്മൾ എന്ത് ചെയ്യണം, നന്ദി പറയേണ്ടതുണ്ട്. എന്തിന്? ഫോർ ഹെൽപ്പിംഗ് us ലേൺ ആൻഡ് മേക്ക് എ ചേഞ്ച്. എല്ലാവരെയും ഒരു മാറ്റം വേണമെന്ന് പഠിപ്പിച്ചതിനും മാറ്റം വരുത്താൻ വേണ്ടി സഹായിച്ചതിനുമാണ് റബേക്കയോട് നമ്മൾ നന്ദി പറയേണ്ടത്. ഇത് ആര് പറഞ്ഞ വേർഡ്സാണ്? ഓർമ്മയുണ്ടോ? പ്രിൻസിപ്പൽ സാറ് അസംബ്ലിയിൽ പറഞ്ഞ വാക്കുകളാണല്ലേ. ഓക്കെ, ആക്ടിവിറ്റി 1 ഈസ് ഓവർ. ഇത്രയുമാണ് ആക്ടിവിറ്റി 1. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ആക്ടിവിറ്റി 2 ആണ്. ഗിവൺ ബിലോ ആർ 2 സീൻസ് ഓഫ് റബേക്കാസ് ഫാം. റബേക്കയുടെ ഫാമിലെ 2 സീൻസാണ് താഴെ തന്നിട്ടുള്ളത്. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് പ്രിപ്പയർ എ ഡിസ്ക്രിപ്ഷൻ. പിക്ചർ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ക്രൈബ് ചെയ്യണം, ഒരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കുക. അപ്പോൾ 2 പിക്ചേഴ്സാണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് പിക്ചർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചറാണ്. ഫസ്റ്റ് പിക്ചർ, ദിസ് ഈസ് റബേക്കാസ് ഫാം. അല്ലേ? ഗ്രീൻ ട്രീസ് ആർ ഹിയർ, ദർ ആർ ഫ്രൂട്ട്സ് ഓൺ ദി ട്രീസ്, ദെൻ ദർ ഇസ് എ സ്ക്യൂറൽ ആൻഡ് cattles are here, hens are here, flowers are here, many beautiful sights we can see here. Okay, this is Rebecca's farm. Okay, അപ്പോൾ ഇത് ബിഫോർ ദി ഡ്രോട്ടാണ്. ഡ്രോട്ട് എന്ന് പറഞ്ഞാൽ വരൾച്ച. അപ്പോൾ വരൾച്ച വരുന്നതിന് മുൻപുള്ള ഒരു സീനാണ് ഈ കാണുന്നത്. ഇനി we have next picture, the second picture after the drought. വരൾച്ചയ്ക്ക് ശേഷമുള്ള പിക്ചറാണ് അത് ഈ കാണുന്നത്. അതായത് വെള്ളമൊന്നും കിട്ടാതെ വളരെയധികം കഷ്ടപ്പെട്ട സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു പിക്ചർ, ആ സമയത്തുള്ള പിക്ചറാണ് രണ്ടാമത് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് പിക്ചറിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ദിസ് ഈസ് റബേക്കാസ് ഫാം. ഇത് റബേക്കയുടെ ഫാമാണ്. ദെയർ ആർ കാറ്റിൽ, ഷീപ്പ്, ഡക്സ് ആൻഡ് ഹെൻസ് ഇൻ ദ ഫാം. ഫാമിൽ എന്തൊക്കെയുണ്ട്? കാറ്റിലുണ്ട്, ഷീപ്പ് ഉണ്ട്, ഡക്സ് ഉണ്ട്, ഹെൻസ് ഉണ്ട്. ലാർജ് ബ്രൗൺ കൗസ് ആർ ഗ്രേസിങ് ഇൻ ദ ഫാം. ലാർജ് ബ്രൗൺ കൗസ്, വലിയ ബ്രൗൺ കളറിലുള്ള പശുക്കൾ. കൗസ് ആർ ഗ്രേസിങ് ഇൻ ദ ഫാം, പുല്ല് മേയുന്നുണ്ട്. അവ എന്ത് ചെയ്യുന്നുണ്ട്? പുല്ല് തിന്നുന്നുണ്ട്. പുല്ല് മേയുന്നതിനെയാണ് ഗ്രേസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാമിൽ അവ പുല്ല് മേയുന്നുണ്ട്. ദർ ഇസ് എ ഹ്യൂജ് ട്രീ വിത്ത് റൈപ്പ് ഫ്രൂട്ട്സ്. ആ ട്രീ നമ്മൾ നേരത്തെ കണ്ടു അല്ലേ. ഹ്യൂജ് ട്രീ വിത്ത് റൈപ്പ് ഫ്രൂട്ട്സ്, നല്ല പാകമായ പഴങ്ങളോട് കൂടിയ വലിയ ഒരു ട്രീ, ഹ്യൂജ് ട്രീ ഫാമിലുണ്ട്. ദെൻ എ ഹാപ്പി ബ്രൗൺ സ്ക്യൂറൽ ഈസ് സിറ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബ്രാഞ്ചസ്. നമ്മുടെ ഈ ഒരു ഹ്യൂജ് ട്രീയിലെ ബ്രാഞ്ചിൽ ഒരു ഹാപ്പി ബ്രൗൺ സ്ക്യൂറൽ ഇരിക്കുന്നുണ്ട്. നല്ല ഹാപ്പി ആയിട്ടുള്ള ബ്രൗൺ കളറിലുള്ള ഒരു സ്ക്യൂറൽ ഈസ് സിറ്റിംഗ് ദെയർ ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബ്രാഞ്ചസ്. ഈ ട്രീയിലെ ഒരു ബ്രാഞ്ചിൽ ഇരിക്കുന്നു. ദ ലവ്ലി റെഡ് ഫ്ലവേഴ്സ് ആഡ് ബ്യൂട്ടി ടു ദ ഫാം. ലവ്ലി റെഡ് ഫ്ലവേഴ്സ്, നല്ല ഭംഗിയുള്ള റെഡ് ഫ്ലവേഴ്സ് ആഡ് ബ്യൂട്ടി ടു ദ ഫാം, നമ്മുടെ ഫാമിൻ്റെ ഭംഗി കൂട്ടുന്നു അല്ലേ. അപ്പോൾ ഇത്രയും ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാമാണ് റബേക്കയുടേത്. ബിഫോർ ഡ്രോട്ട്, വരൾച്ചയൊക്കെ വരുന്നതിന് മുൻപ്, വെള്ളമൊക്കെ ആവശ്യത്തിന് ഉള്ള സമയത്തുള്ള ഫാമാണ് ഇവിടെ കാണുന്നത്. ഇനി ആഫ്റ്റർ ദി ഡ്രോട്ട് അല്ലേ. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല റൈപ്പ് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്ന ഹ്യൂജ് ട്രീസിൻ്റെയൊക്കെ ഒരു ചേഞ്ച് നോക്കൂ. ഒരു സ്കെലിട്ടൻ പോലെ ആയിട്ടുണ്ട് അല്ലേ, അസ്ഥികൂടം പോലെ ആയിട്ടുണ്ട്. ഇനി വെർ ഈസ് ദ ഗ്രീനറി, ഇവിടെയൊക്കെ പച്ചപ്പൊക്കെ ഉണ്ടായിരുന്നു, ആ പച്ചപ്പൊന്നുമില്ല. ദർ ഇസ് നോ കാറ്റിൽ, നോ ഷീപ്പ്, നോ ഡക്സ് ഒന്നും കാണുന്നില്ല അല്ലേ. ലവ്ലി റെഡ് ഫ്ലവേഴ്സ് ആർ ഓൾസോ ഡിസപ്പിയേർഡ്, ഒന്നും തന്നെ ഇവിടെ കാണുന്നില്ല. ഓക്കെ, നമുക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, റബേക്കാസ് ഫാം ഹാഡ് ചേഞ്ച്ഡ് കംപ്ലീറ്റ്ലി അല്ലേ.
റബേക്കയുടെ ഫാം എന്തായിട്ടുണ്ട്? ആകെ ചേഞ്ച് ആയിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. ഓൾ ദ ഫാം ആനിമൽസ് വേർ ഡിസപ്പിയേർഡ്. എല്ലാ ഫാം ആനിമൽസും എന്തായി? കാണാതായി പോയിട്ടുണ്ട്. നോ ഗ്രീനറി ക്യാൻ ബി സീൻ എനിവെയർ. ഒരു പച്ചപ്പ് എവിടെയും കാണാനില്ല. വി ക്യാൻ സീ ദ എവിഡൻസ് ഓഫ് ഡ്രോട്ട് എവ്രിവെയർ. വരൾച്ചയുടെ തെളിവ് നമുക്ക് എല്ലായിടത്തും കാണാം. ഒരു പച്ച ഇല പോലുമില്ല, ഒരു ജീവി പോലും അവിടെ ഇല്ല, അല്ലേ? ഒരു ചെടി പോലും അവിടെ ഇല്ല, ഒന്നും തന്നെ അവിടെ ഇല്ല. അപ്പോൾ നമുക്ക് വരൾച്ചയുടെ ഡ്രോട്ടിൻ്റെ ഒരു എവിഡൻസ്, തെളിവ് അവിടെ കാണാൻ വേണ്ടി കഴിയും. The trees which had ripened fruits became skeletal and lost all its life. നല്ല ഫ്രൂട്ട്സ് ഉണ്ടായിരുന്ന ട്രീസൊക്കെ ഉണങ്ങി സ്കെലിറ്റൻ പോലെ ആയിട്ടുണ്ട്, ഒരു അസ്ഥികൂടം പോലെ ആയിട്ടുണ്ട്. അതിൻ്റെ ലോസ്റ്റ് ഓൾ ഇറ്റ്സ് ലൈഫ്, അതിൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ദ എയർ ബിക്കെയിം ഹോട്ട് ആൻഡ് ഡ്രൈ. കാറ്റൊക്കെ വളരെ ചൂടുള്ള വരണ്ട കാറ്റായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആഫ്റ്റർ ദി ഡ്രോട്ട്, വരൾച്ചയ്ക്ക് ശേഷം റബേക്കയുടെ ഫാമിന് വന്ന മാറ്റങ്ങളാണ്. ഓക്കെ, അപ്പോൾ 2 പിക്ചേഴ്സും നമ്മൾ കണ്ടു. രണ്ടാമത്തെ പിക്ചർ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നന്നായിട്ട് വായിക്കുക. നൗ ആക്ടിവിറ്റി 3. ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. അപ്പോൾ നമുക്ക് പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചറിൽ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സെൻറ്റൻസും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. ആദ്യത്തെ പിക്ചർ എന്താണ്? ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ നിന്നും ഒരാൾ വേസ്റ്റ് റോഡിലേക്ക് വലിച്ചെറിയുന്നതാണ്, അല്ലേ? അപ്പോൾ അതിൻ്റെ സെൻറ്റൻസ് എന്താണ് എഴുതിയിട്ടുള്ളത്? ദ മാൻ ഈസ് ഡംപിങ് വേസ്റ്റ് ഓൺ ദി റോഡ്. ദ മാൻ, ഈ മനുഷ്യൻ, അല്ലേ? ഇയാളെ പറ്റിയാണ് പറയുന്നത്, അതുകൊണ്ടാണ് ദ മാൻ എന്ന് പറഞ്ഞത്. ദ മാൻ ഈസ് ഡംപിങ് വേസ്റ്റ് ഓൺ ദി റോഡ്. ഡംപിങ് എന്ന് പറഞ്ഞാൽ നിക്ഷേപിക്കുന്നു, വലിച്ചെറിയുന്നു. വേസ്റ്റ് ഓൺ ദി റോഡ്, വേസ്റ്റ് റോഡിലേക്ക് വലിച്ചെറിയുന്നു. അയാൾ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ അതുപോലെ സെൻറ്റൻസ് ആയിട്ട് പറഞ്ഞത്. ദ മാൻ ഈസ് ഡംപിങ് വേസ്റ്റ് ഓൺ ദി റോഡ്. ഇനി സെക്കൻഡ് പിക്ചർ. കുറേ കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ട്. ഇവർ നമ്മൾ റബേക്കയുടെ സ്കൂളിൽ അസംബ്ലിക്ക് നിന്ന ആ കുട്ടികളാണ്, അല്ലേ? അവരെന്ത് ചെയ്യാണ്? നമുക്ക് ചിത്രം കണ്ടാൽ അറിയാം, ദേ ആർ ക്ലാപ്പിംഗ്. 2 കൈയും ഇങ്ങനെ കൊട്ടുകയാണ്, ക്ലാപ്പ് ചെയ്യാണ്, കൈയടിക്കുകയാണ്. അപ്പോൾ ദ ചിൽഡ്രൻ ആർ ക്ലാപ്പിംഗ് ദെയർ ഹാൻഡ്സ്. ദ ചിൽഡ്രൻ ആർ ക്ലാപ്പിംഗ് ദെയർ ഹാൻഡ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ സെൻറ്റൻസിലും രണ്ടാമത് പറഞ്ഞ സെൻറ്റൻസിലും ഇവർ ചെയ്യുന്ന ആക്ഷൻസിൻ്റെ കൂടെ ING ചേർത്തിട്ടുണ്ട്, അല്ലേ? ING ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തേതിൽ ഒരാളാണ് ഉണ്ടായിരുന്നത്, ദ മാൻ, ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അയാൾ ചെയ്തത് എന്താ? ഡംപിങ് വേസ്റ്റ് ഓൺ ദി റോഡ്, അല്ലേ? അപ്പോൾ ഒരാൾ മാത്രം, ദ മാൻ, അയാൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈസ് എന്നെഴുതി ഡംപ് എന്ന ആക്ഷൻ്റെ കൂടെ ING കൂടെ ചേർത്തു. അപ്പോൾ ദ മാൻ ഈസ് ഡംപിങ് വേസ്റ്റ് ഓൺ ദി റോഡ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി ഈസ് ആണെങ്കിൽ അതിൻ്റെ കൂടെയുള്ള ആക്ഷൻ വേർഡിന് ING ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് സെൻറ്റൻസ് ആയിട്ട് പറയുന്നത്. അയാളിപ്പോൾ വേസ്റ്റ് ഡംപ് ചെയ്യുകയാണ്, അല്ലേ? അപ്പോൾ അതിനെയാണ് നമ്മൾ സെൻറ്റൻസ് ആക്കുന്നത്. ദ മാൻ ഈസ് ഡംപിങ് വേസ്റ്റ് ഓൺ ദി റോഡ്. ഇനി അതുപോലെ സെക്കൻഡ് പിക്ചറിലും കുട്ടികൾ ക്ലാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിൽ ഒരു കുട്ടി മാത്രമാണോ ഉള്ളത്? അല്ല, ഒന്നിൽ കൂടുതൽ കുട്ടികളുണ്ട്, അല്ലേ? മോർ ദാൻ 1 ചിൽഡ്രൻ ആർ ഹിയർ. സോ നമ്മൾ ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്നാണ് അർത്ഥം. കുട്ടി എന്ന് മാത്രമാണെങ്കിൽ നമ്മൾ ചൈൽഡ് എന്നാണ് എഴുതുക. അപ്പോൾ ദ ചിൽഡ്രൻ ആർ ക്ലാപ്പിംഗ് ദെയർ ഹാൻഡ്സ്. അപ്പോൾ കുറേ കുട്ടികളുള്ളത് കൊണ്ട്, ഒന്നിൽ കൂടുതൽ കുട്ടികളുള്ളത് കൊണ്ട് ദ ചിൽഡ്രൻ ആർ, ഒരു കുട്ടി ചൈൽഡ് ആണെങ്കിൽ നമ്മളിവിടെ ഈസ് ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ ഒന്നിൽ കൂടുതലുള്ളത് കൊണ്ട് ആർ. അപ്പോൾ ഈസിൻ്റെയും ആറിൻ്റെയും കൂടെ വരുന്ന ആക്ഷൻ വേർഡിൻ്റെ കൂടെ ING ഉണ്ടായിരിക്കും. ദ ചിൽഡ്രൻ ആർ ക്ലാപ്പിംഗ് ദെയർ ഹാൻഡ്സ്. കുട്ടികൾ എന്ത് ചെയ്യാണ്? അവരുടെ ക്ലാപ്പ് ചെയ്യുകയാണ്, കൈയടിക്കുകയാണ്. ഇനി നെക്സ്റ്റ് പിക്ചർ. Now you may look at the following pictures and write down that
ഈച്ച് ഓഫ് ദം ഈസ് ഓർ ആർ ഡൂയിങ്. അപ്പോൾ ഈ പിക്ചർ നോക്കിയിട്ട് അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ എഴുതണം. ഓരോരുത്തരും എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ സെൻറ്റൻസായി മുകളിൽ എഴുതിയതുപോലെ എഴുതണം. അപ്പോൾ ഇയാൾ എന്താണ് ചെയ്യുന്നത്? ഇതാരാണ്? ഒരു കുട്ടിയാണോ? അല്ല, ഒരാളാണ് അല്ലേ, ഒറ്റയാളാണ്. അപ്പോൾ ഇയാൾ മാത്രമാണുള്ളത്. സോ വി ക്യാൻ സേ ദ മാൻ അല്ലേ, ഇയാളെ മാത്രമാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ദ മാൻ ഈസ് പെയിൻറ്റിങ്. മാൻ എന്താ ചെയ്യുന്നത്? പെയിൻറ്റ് ചെയ്യുകയാണ് അല്ലേ. ദ മാൻ ഈസ് പെയിൻറ്റിങ് ദി വാൾ. അയാൾ ചുമര് പെയിൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഈസുണ്ട്, ഈസിൻ്റെ കൂടെയുള്ള ആക്ഷൻ വേർഡിന് INGയും കൂടെ ചേർത്തിട്ടുണ്ട്. ദ മാൻ ഈസ് പെയിൻറ്റിങ് ദി വാൾ. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ്, എ ഗേൾ എന്താണ് ചെയ്യുന്നത്? ഗേള് ഒരു സാപ്ലിങ്, ഒരു തൈ നടുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ പറയാ? ദ ഗേൾ ഈസ് വന്ന ആക്ഷൻ വേർഡിൻ്റെ കൂടെ ING ചേർത്തു. ദ ഗേൾ ഈസ് പ്ലാന്റിങ് എ സാപ്ലിങ്. ദ ഗേൾ ഈസ് പ്ലാന്റിങ് എ സാപ്ലിങ്. ഇനി അടുത്തത് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ, കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഇവിടെ ആരാണുള്ളത്? ദ ബോയ്. എന്താണ് ബോയ് ചെയ്യുന്നത്? ഈസ് പുട്ടിങ് ദ വേസ്റ്റ് ഇൻ ടു ദ വേസ്റ്റ് ബിൻ അല്ലേ. വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കുകയാണ്. പുട്ടിങ് വേസ്റ്റ് ഇൻ ടു ദി വേസ്റ്റ് ബിൻ. വേസ്റ്റ് ബിന്നിലേക്ക് വേസ്റ്റ് എന്ത് ചെയ്യാണ്? ഇടുകയാണ്. ഇനി നമ്മളിവിടെ കണ്ടു ഈസ് പ്ലസ് ആക്ഷൻ വേർഡിൻ്റെ കൂടെ ING. ഇനി ലാസ്റ്റ് പിക്ചർ, ദ ഗേൾസ് ആർ പ്ലേയിങ് ഫുട്ബോൾ. ഇവിടെ ഒരു ഗേളല്ല, മോർ ദാൻ വൺ ഗേൾസ് ഉണ്ട്, ഒന്നിൽ കൂടുതൽ ഗേൾസ് ഉണ്ട്. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? ദ ഗേൾസ് ആർ പ്ലേയിങ്. ഒന്നിൽ കൂടുതലായതുകൊണ്ട് ഈസ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, ആറാണ്. സോ ആക്ഷൻ വേർഡിൻ്റെ കൂടെ ING കൂടെ ചേർക്കണം. ദ ഗേൾസ് ആർ പ്ലേയിങ് ഫുട്ബോൾ. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആക്ടിവിറ്റി 3 ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാരും മനസ്സിലാക്കി സെൻറ്റൻസുകൾ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്ടിവിറ്റി 4 ആണ്. ആക്ടിവിറ്റി 4 എന്താണെന്നുള്ളത് നമുക്കൊന്ന് റീഡ് ചെയ്യാം. ദ നേച്ചർ ക്ലബ് ഓഫ് റബേക്ക സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. റബേക്കയുടെ സ്കൂളിലെ നേച്ചർ ക്ലബ്ബ്, നമ്മുടെ സ്കൂളിലൊക്കെ ഓരോ ക്ലബ്ബുകൾ ഉണ്ടാവും. ലാംഗ്വേജ് ക്ലബ്ബ്, അതുപോലെ സയൻസ് ക്ലബ്ബ്, അങ്ങനെ പല ക്ലബ്ബുകൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇതുപോലെ റബേക്കയുടെ സ്കൂളിലുള്ള ഒരു ക്ലബ്ബ് നേച്ചർ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ അവരെന്ത് നടത്താൻ വേണ്ടി തീരുമാനിച്ചു? ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. വളരെ കുറച്ച് സമയത്തേക്കുള്ള ഒരു ഫിലിം, കുറച്ച് സമയം മാത്രമുള്ള ഒരു സിനിമ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഫിലിം ഫെസ്റ്റിവൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചു. എന്തിനെക്കുറിച്ച്? ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച്. പ്രിപ്പയർ എ സ്ക്രിപ്റ്റ് ഫോർ അനൗൺസ്മെൻറ്റ് ഇൻ ദ മോർണിംഗ് അസംബ്ലി. അപ്പോൾ ഈ വിവരം അവരുടെ സ്കൂളിൽ മോർണിംഗ് അസംബ്ലിയിൽ അവതരിപ്പിക്കണം. അപ്പോൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ്, അനൗൺസ്മെൻറ്റിനുള്ള ഒരു സ്ക്രിപ്റ്റാണ് തയ്യാറാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ എഴുതി തയ്യാറാക്കുക? ഈ പരിപാടി നടക്കുന്നുണ്ട്, എന്തിനെക്കുറിച്ചാണ് എന്നൊക്കെ അതിൽ വേണം. എന്താണ് പരിപാടി നടക്കുന്നത് എന്നും എന്തിനെക്കുറിച്ചാണ് എന്നും എന്താണ് ഈ ഒരു പരിപാടി നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്നും ആരാണ് ഇനാഗുറേറ്റ് ചെയ്യുന്നത്, എന്നാണ് പരിപാടി നടക്കുന്നത് എന്നെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു സംഗതി തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് തയ്യാറാക്കിയത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഡിയർ ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. വി ആർ ഗോയിങ് ടു ഫേസ് സിവിയർ ഡ്രോട്ട് ദിസ് ഇയർ. അപ്പോൾ നമ്മൾ ആദ്യം എല്ലാവർക്കും ഒരു വിഷ് പറയണം, ഗുഡ് മോർണിംഗ് ഒക്കെ പറയണം. മോർണിംഗ് അസംബ്ലി ആയതുകൊണ്ട് ഗുഡ് മോർണിംഗ്. വി ആർ ഗോയിങ് ടു ഫേസ് സിവിയർ ഡ്രോട്ട് ദിസ് ഇയർ. നമ്മൾ ഈ വർഷം അതികഠിനമായൊരു വരൾച്ചയെ അഭിമുഖീകരിക്കാൻ വേണ്ടി പോവുകയാണ്. ഇറ്റ് ഈസ് നെസസറി ടു അവെയർ എവ്രി വൺ അബൌട്ട് ദ കോൺസിക്വൻസസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. ഇറ്റ് ഈസ് നെസസറി, ഇത് വളരെ അത്യാവശ്യമാണ്. എന്ത്? ടു അവെയർ എവ്രി വൺ, എല്ലാവരെയും
ബോധവാന്മാരാക്കുക എന്നത്. എന്തിനെക്കുറിച്ച്? അബൌട്ട് ദ കോൺസിക്വൻസസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എല്ലാവരെയും ബോധവാന്മാരാക്കുക എന്നത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഫോർ ദാറ്റ് വി ഹാവ് പ്ലാൻഡ് ടു കണ്ടക്ട് എ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ. അതിനുവേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്? ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എന്നാണ്? ഓൺ 6th October 2024 അറ്റ് ദ സ്കൂൾ ഓഡിറ്റോറിയം. എവിടെ വെച്ചാണ് നടക്കുന്നത്? എന്നാണ് നടക്കുന്നത്? 6th October, ഒക്ടോബർ 6, 2024 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. ദ പ്രോഗ്രാം വിൽ ബി ഇനാഗുറേറ്റഡ് ബൈ അവർ ബിലവ്ഡ് പ്രിൻസിപ്പൽ. ഈ പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രിയങ്കരനായ പ്രിൻസിപ്പാലാണ്. ഐ വെൽക്കം ഓൾ ഓഫ് യു ആൻഡ് യുവർ ഫാമിലി. ഞാൻ എല്ലാവരെയും നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത്രയുമാണ് ഈ ഒരു അനൗൺസ്മെൻറ്റ്. ആക്ടിവിറ്റി 4 ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു അനൗൺസ്മെൻറ്റിനുള്ള സ്ക്രിപ്റ്റ് തയ്യാറാക്കുക എന്നതാണ്. അപ്പം ഇത്രയും മതി. ഇനി നമുക്ക് ആക്ടിവിറ്റി 5 നോക്കാം. ആക്ടിവിറ്റി 5 ഇതിൽ കറക്റ്റായിട്ടുള്ള വേർഡ് കണ്ടുപിടിക്കാനാണ്. ഇത് നമ്മൾ ഹോമോഫോൺസ് എന്നാണ് പറയുക. ഒരേപോലെ സൗണ്ടുള്ള വാക്കുകളെയാണ് നമ്മൾ ഹോമോഫോൺസ് എന്ന് പറയുന്നത്. നമുക്ക് കാണാം ഇവിടെ ഇയർ രണ്ടും ഒരേ പ്രൊനൗൺസിയേഷനാണ്, ഒരുപോലെയാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. ബട്ട് ദ സ്പെല്ലിങ്സ് ആർ ഡിഫറെൻറ്റ്. സ്പെല്ലിംഗ് വ്യത്യാസമാണ്, ബട്ട് പ്രൊനൗൺസിയേഷൻ ഈസ് സെയിം. ഒരേ പ്രൊനൗൺസിയേഷനാണ്. ഹോൾ അല്ലേ? ഹോൾ, ഈ ഹോൾ എന്ന് പറഞ്ഞാൽ മുഴുവൻ എന്നുള്ള അർത്ഥം. രണ്ടാമത്തെ ഹോൾ ചെറിയ കുഴി അല്ലെങ്കിൽ ദ്വാരം എന്നുള്ള അർത്ഥം. ഇതുപോലെ എയർ, ഹെയർ. ഇത് എച്ച് ആണ് ആദ്യമെങ്കിലും ഈ എച്ച് സൈലൻ്റ് ആണ്. നമ്മൾ എയർ എന്ന് മാത്രമേ പ്രൊനൗൺസ് ചെയ്യുള്ളൂ. എയർ. അപ്പോൾ ആദ്യത്തെ എയർ നമുക്കറിയാം വായു, രണ്ടാമത്തെ എയർ അവകാശി എന്നുള്ള മീനിങ്. ഓക്കെ. അപ്പം ദിസ് ഡാഷ് വി ഡിഡ് നോട്ട് ഗെറ്റ് സഫിഷ്യൻറ്റ് റെയിൻ. ഈ വർഷം നമുക്ക് സഫിഷ്യൻറ്റ് റെയിൻ, ആവശ്യത്തിനുള്ള മഴ ലഭിച്ചിട്ടില്ല. അപ്പോൾ ഈ വർഷം എന്നാണ് വേണ്ടത്. വർഷം എന്നുള്ള ഇയർ ഏതാണ്? ഈ ഇയറിൻ്റെ അർത്ഥം നമുക്കറിയാം ചെവി എന്നാണ്. ഇത് വർഷം. അപ്പോൾ നമുക്ക് അറിയാം ഏതാണ് ഇതിൽ നമുക്ക് ആവശ്യമുള്ളത്. ഇയർ, YEAR, ആദ്യത്തെ ഇയർ അല്ലേ? ഇനി ദ ബോയ് സോ എ സ്മോൾ ഡാഷ് ഓൺ ദ ട്രീ ട്രങ്ക്. ബോയ് കണ്ടു എ സ്മോൾ ഡാഷ് ഓൺ ദ ട്രീ ട്രങ്ക്. മരത്തിൻ്റെ തടിയിൽ ബോയ് ഒരു ചെറിയ എന്താണ് കണ്ടത്? ഹോൾ. ആദ്യത്തെ ഹോൾ WHOLE, ഹോൾ മുഴുവൻ എന്നുള്ള അർത്ഥം. രണ്ടാമത്തെ ഹോൾ ഒരു ദ്വാരം അല്ലെങ്കിൽ ഒരു തുള എന്നുള്ള അർത്ഥം. അപ്പോൾ ഏതാണ് ശരി? ഹോൾ അല്ലേ? ഇതാണ് ശരി. ഇനി തേർഡ്, വി നീഡ് ഡാഷ് ടു ബ്രീത്ത് ഇൻ. നമുക്ക് ശ്വസിക്കാൻ എന്ത് വേണം? ഇതെല്ലാവർക്കും വളരെ എളുപ്പത്തിൽ കിട്ടും അല്ലേ? എയർ വേണം. AIR, എയർ, അത് വേണം. ഇനി ഫോർത്ത് വൺ, ദ കൺട്രി ഈസ് എൻറ്ററിങ് എ ന്യൂ ഫേസ്, ന്യൂ ഡാഷ് ഇൻ ഡെവലപ്മെൻറ്റ്. കൺട്രി, നമ്മുടെ രാജ്യം വികസനത്തിൻ്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അല്ലേ? പുതിയൊരു ഘട്ടത്തിലേക്ക് നമ്മുടെ രാജ്യം കടക്കുകയാണ്. PHASE, ഫേസ്. അതാണ് എൻ്റെ ആൻസർ. ഇനി അതുപോലെ ദ എൽഡേഴ്സ് ഡിസൈഡഡ് ടു റൈറ്റ് എ ലെറ്റർ ടു ദ പ്രസിഡൻറ്റ് ഓഫ് കെനിയ. ഇതിൽ റൈറ്റ് എന്നുള്ളത് ഏതാണ്? ആദ്യത്തെ റൈറ്റ് എന്ന് പറഞ്ഞാൽ ശരി, രണ്ടാമത്തേതാണ് എഴുതുക എന്നുള്ള റൈറ്റ്. അപ്പോൾ നമ്മളെന്താണ് എഴുതുക എന്നുള്ള റൈറ്റാണ് ഇവിടെ ആപ്റ്റായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത് എടുത്തെഴുതി. ഓക്കെ. അതുപോലെ ദ ക്ലാസ് റൂം ഈസ് ക്വയറ്റ് നൗ. ക്ലാസ് റൂം ഇപ്പോൾ നിശബ്ദമാണ്. അപ്പോൾ 2 ക്വയറ്റ് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ക്വയറ്റാണ് നമ്മൾ നിശബ്ദത എന്നുള്ളത്. ക്ലാസ്സിലൊക്കെ ടീച്ചേഴ്സ് പറയാറില്ലേ ബി ക്വയറ്റ് എന്നൊക്കെ. അപ്പോൾ ആ ക്വയറ്റിൻ്റെ സ്പെല്ലിംഗ് ആണ് ഇത്. ഈ ക്വയറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എന്ന അർത്ഥമാണ്. ഓക്കെ. അപ്പോൾ എല്ലാ കൂട്ടുകാരും വായിച്ച് അർത്ഥം മനസ്സിലാക്കി വേണം ഇത് എഴുതാൻ കേട്ടോ. ഓരോ വേർഡിൻ്റെയും ഓരോ ഹോമോഫോണിൻ്റെയും മീനിങ് നിങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് എഴുതിയെടുക്കുക. ഓക്കെ. ഈ യൂണിറ്റിലെ 5 ആക്ടിവിറ്റീസ് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
വീഡിയോ കൂടുതൽ ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ബാക്കി ആക്ടിവിറ്റീസ് മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുകയും ചെയ്യുക. താങ്ക്